ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നജാഷ് ഡിസൈൻ. ഇന്ന് ഞാനിവിടെ ബോയ്സിൻ്റെ കുർത്തയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഓണത്തിൻ്റെ പ്രോഗ്രാമിന് ഡ്രസ് കോഡായിട്ട് ചെയ്യാനായിരുന്നു. അപ്പം ഈ ഒരു സാറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ 15 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റ്സിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ഈ ഒരു ക്ലോത്തിനെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് അത്രയ്ക്ക് ലോങ് കുർത്തായിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ഷർട്ടിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സിൽ നിന്നും കുറച്ച് ലെങ്ത്തിലും എന്നാൽ ആ ഒരു ജുബയിലേക്ക് എത്തുന്നുമില്ല കേട്ടോ. ആ ഒരു മെഷർമെൻറ്റ്സിലാണ് ചെയ്യുന്നത്. ആദ്യം ഞാനിവിടെ ഇതിൻ്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷമാണ് ടോട്ടൽ മെഷർമെൻറ്റ്സ് ആയിട്ട് ഞാനിവിടെ ഈ ഒരു കുർത്തയ്ക്ക് വേണ്ടിയിട്ട് 25 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഷോൾഡറിൻ്റെ വിടുത്തായിട്ട് ടോട്ടൽ വിടുത്ത് എനിക്ക് 15 ഇഞ്ചാണ് വേണ്ടത്. രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് 8 ഇഞ്ച് കേട്ടോ. അവിടുന്ന് താഴേക്ക് ഒരു 8 ഇഞ്ച് ആം ഹോൾ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് എനിക്കിവിടെ വന്നിട്ടുള്ളത് 32 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ഇതിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്കതിൻ്റെ 4-1 ഞാൻ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 13 ഇഞ്ചിലും അതുപോലെ 20 ഇഞ്ചിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ 8.5 ഇഞ്ചാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 8 ഇഞ്ചും അങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടേക്ക് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെഷർമെൻറ്റ്സ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു കർവായിട്ട് മുകളിലേക്കൊന്ന് ഷേപ്പിലൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇതുപോലെ ഒരു കോർണർ ഭാഗത്ത് ചെറിയൊരു കർവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ എക്സ്ട്രാ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും വരുന്നില്ല കേട്ടോ. നോർമലായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കുർത്തയാണ്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് സ്ലീവ്സിനും കൂടെ എടുക്കാം കേട്ടോ. അവിടെ നിന്ന് തന്നെ സ്ലീവ്സിനുള്ള മെഷർമെൻറ്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ചാണ്. അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 23 ഇഞ്ചായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് അവിടെ ഒരു ആം ഹോളിൻ്റെ ആ ഒരു കർവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ വിടുത്തായിട്ട് കുറച്ച് ലൂസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ സ്ലീവ്സ്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കുറച്ച് ലൂസിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് വിടുത്തായിട്ട് 7 ഇഞ്ചാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് 7 ഇഞ്ച് എടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 6 ഇഞ്ചായിട്ടൊക്കെ ചുരുങ്ങും കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് സ്ലീവ്സിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പം ഞാൻ ഇത് കോളർ നെക്കായിട്ടാണ് ചെയ്യുന്നത്. ഒരു നോർമൽ നമുക്ക് ചൈനീസ് കോളറൊക്കെ വരുന്നില്ലേ, ആ ഒരു പാറ്റേണിലാണ് കേട്ടോ ചെയ്യുന്നത്. ബോയ്സിൻ്റെ ആ ഒരു കോളറൊന്നുമല്ല കൊടുക്കുന്നത്. കുർത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ എങ്ങനെയാണ് കോളർ എടുക്കുക ആ ഒരു മെഷർമെൻറ്റ്സിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നെക്കിൻ്റെ വിടുത്തായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഡീപ്പായിട്ടും ഒരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പാറ്റേണിൽ കോളറിന് വേണ്ടിയിട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കട്ട് ചെയ്യുമ്പം നമുക്ക് ചെറുതായിട്ട് തയ്യൽ തുമ്പ് വിട്ടിട്ട് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താഴെ ഭാഗത്തേക്ക് ഒരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ഈ ഒരു ഭാഗം വി കട്ടിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ലേസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിരുന്നു ആദ്യം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വലിയ ബോയ്സ് ആകുമ്പം അത് അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ലേസൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഭാഗം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇത് മാറ്റിയിട്ട് നോർമൽ കോളറിനൊക്കെ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചതാണ്. ഇതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ബോയ്സിന് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കോളറിലും ആ ഒരു ഡിസൈൻ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ലൈസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ബട്ടൺ വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ഓപ്പൺ കൊടുക്കാനായിട്ട് ഇതുപോലെ 4 ഇഞ്ച് ഞാനും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡിലേക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം.
എന്നിട്ട് താഴെ ഭാഗത്ത് ചെറുതായിട്ട് ഈ ഒരു രണ്ട് സൈഡിലേക്കും ചെറിയൊരു കട്ടും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എത്രയാണോ ഈ ഒരു ഭാഗത്ത് ലെങ്ത്ത് വരുന്നതെന്ന് നോക്കാം കേട്ടോ. അതിന് അനുസരിച്ചൊരു പീസ് എക്സ്ട്രാ നമ്മൾ എടുക്കണം. 15 ഇഞ്ച് ലെങ്ത്തിലും 3 ഇഞ്ച് വിഡ്ത്തിലും ഒരു പീസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ രണ്ട് തയ്യൽ തുമ്പിൻ്റെ ഭാഗം നമുക്ക് അയൺ ചെയ്തിട്ട് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്താണ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നേരിട്ട് നമുക്ക് അങ്ങനെ ജോയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം തയ്ച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, അതിനൊന്ന് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ അവിടെ ഇട്ട് കൊടുക്കണം, എന്നാലാണ് അവിടെ ഒന്ന് പതിഞ്ഞ് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോർണർ ഭാഗത്ത് ചെറുതായിട്ടൊരു വി ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം അവിടെ പതിഞ്ഞ് നിന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ ബട്ടനാണ് കൊടുക്കുന്നത്. 1-2 ബട്ടൺ വെക്കാനുള്ള ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോളർ വെക്കാനുണ്ട്. അപ്പോൾ കോളറിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് പേപ്പർ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വിഡ്ത്ത് എനിക്ക് 8 ഇഞ്ച് കിട്ടുന്നുണ്ട്, രണ്ടായിട്ട് മടക്കിയിട്ടാണ്. ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴേക്ക് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ എഡ്ജ് ഭാഗത്ത് ചെറിയൊരു കർവിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു എഡ്ജ് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കോളറാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതുപോലെ വെച്ചാൽ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ കോളർ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ സാറ്റിൻ്റെ ഫാബ്രിക് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ അതിൻ്റെ ഉൾവശത്താണ് ഞാൻ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 പീസ് ആവശ്യമുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഒന്ന് അതില്ലാതെ ഉള്ളൊരു ഭാഗവും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് 2 ഭാഗം ഇതുപോലെ വേണം. എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഉൾവശം നല്ല വശം രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗം നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. തയ്ച്ചതിന് ശേഷം നമുക്ക് ആ ഒരു എഡ്ജിലൂടെയൊക്കെ ഒന്ന് ക്രോസ് കട്ടും കൂടെ ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ, നമുക്ക് മറിച്ചിട്ടെടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം മറിച്ചിട്ടെടുത്തിട്ട് ഒന്നും കൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരിട്ട് കോളറായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡ് എഡ്ജൊക്കെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു എഡ്ജ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കോളർ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ താഴെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു നോർമൽ കുർത്തയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ലേസൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കുറച്ച് വലിയ ബോയ് അല്ലേ, അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നീട് താഴെ ഭാഗത്ത് നമ്മൾ 2 സൈഡിലും ചെറുതായിട്ട് കർവായിട്ട് ആ ഒരു എഡ്ജ് ഭാഗം അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിരുന്നല്ലോ.
നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴും അത് ശ്രദ്ധിച്ചിട്ട് വേണം. പിന്നെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു കുർത്തയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.